ദൈവത്തിൻ്റെ മഹത്വം ഉന്നതനും ഉയർന്നിരിക്കുന്നതിനും ശാശ്വതവാസിയുമായ നമ്മുടെ ദൈവത്തിൻ്റെ സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് അത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനിരിക്കുന്നവനുമായ കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എളിയവൻ്റെ വന്ദനം അറിയിച്ചുകൊണ്ട് ജെറുസലേം മിഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് യേശു ആര് എന്ന വിഷയത്തോട് അനുബന്ധിച്ച് അവിടുന്ന് പുത്രനായ ദൈവമായി ഭവിക്കുകയും ആ പുത്രനായ ദൈവത്വത്തിൽ ദൈവപുത്രൻ മനുഷ്യപുത്രൻ എന്നീ രണ്ട് ആളത്വങ്ങളെ നമ്മൾ പ്രത്യേകമായി വിഭാവനം ചെയ്തുകൊണ്ട് തിരുവചന പ്രകാരമുള്ള ഒന്നാമത്തെ ഭാഗമാകുന്ന മനുഷ്യനായി അവതരിക്കും മുമ്പുള്ള ദൈവപുത്രൻ എന്ന അവസ്ഥയിലെ പ്രത്യക്ഷതകളെക്കുറിച്ച് സംസാരിക്കുന്നതിൽ അതിൻ്റെ രണ്ടാം ഭാഗമാണല്ലോ ഇന്ന് നാം ചിന്തിച്ച് തുടങ്ങുന്നത്. സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവനാര്? കാറ്റിനെ തൻ്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവനാര്? വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവനാര്? ഭൂമിയുടെ അറുതികളെയൊക്കെ നിയമിച്ചവൻ ആര്? അവൻ്റെ പേരെന്ത്? അവൻ്റെ മകൻ്റെ പേരെന്ത്? നിനക്കറിയാമോ എന്ന് സദൃശവാക്യം 30 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ പറയുമ്പോൾ ഭൂമിയുടെ അറുതികളെയൊക്കെ നിയമിച്ചവൻ ആര്? അവൻ്റെ പേരെന്ത്? അവൻ്റെ മകൻ്റെ പേരെന്ത്? നമുക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിനായിട്ടുള്ള കർത്താവിനെ ഇവിടെ സ്പഷ്ടമാക്കുന്ന ഒരു വാക്യ ശകലം ആകുന്നുവല്ലോ ഇത്. ഇതിലേക്ക് ഉള്ളതിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ യാക്കോബിന് വെളിപ്പെടുന്ന കർത്താവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് തുടർന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. അവൻ ദൂതനോട് പൊരുതി ജയിച്ചു, അവൻ കരഞ്ഞു, അവനോട് അപേക്ഷിച്ചു. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിൽ 32, 24 മുതൽ 32 വാക്യങ്ങൾ, ഹോശയ 12, 4, 5 വാക്യങ്ങൾ. സാധാരണ ദൂതനല്ല. സാധാരണ ദൂതൻ നമ്മുടെ സേവക ആത്മാവാണ്. ആ ദൂതൻ നമ്മോട് ഒരിക്കലും പൊരുതുകയില്ല. നമുക്ക് സേവ ചെയ്തുകൊണ്ട് നമ്മുടെ ചാരെ തന്നെ നിൽക്കുന്ന ഒരു പ്രകൃതമായിരിക്കും ആ ദൂതന് ഉള്ളത്. ഇസ്ഹാക്ക് അനുഗ്രഹിച്ചപ്പോൾ യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടവനായി. യാക്കോബ് അനുഗ്രഹിച്ചപ്പോൾ ജ്യേഷ്ഠനായ മനശ്ശയെ അനുഗ്രഹിപ്പാൻ യോസേഫ് പറഞ്ഞിട്ടും യാക്കോബ് പ്രിയമുള്ളൊരു ഇളയവനെ ആണല്ലോ ആ നിലയിൽ അനുഗ്രഹിച്ചത്. മാത്രമല്ല, കനാൻ ദേശം ഭരിക്കുന്ന രാജാവിനെ പോലെ വിശ്വാസത്താൽ യാക്കോബ് ദേശം തൻ്റെ പുത്രന്മാർക്ക് വിഭാഗിച്ചു കൊടുത്തു. ദൈവിക വാഗ്ദത്തത്തിൻ്റെ അകത്തളങ്ങളിലെ ബഹിർഗമനമായിരുന്നു അപ്പോൾ ആ പുറത്തേക്ക് യാക്കോബിൽ നിന്നും വന്നത്. നമ്മിൽ ദൈവിക വാഗ്ദത്തം അങ്കരിച്ച് വിശ്വാസത്തിൻ്റെ പ്രതലങ്ങളിലേക്ക് അവ ബഹിസ്ഫുരണം നടത്തണം. അതിനെ പ്രതിരോധിക്കാൻ അഥവാ തടഞ്ഞു നിർത്തുവാൻ ഒരു അന്ധകാര ശക്തികൾക്കും ആവില്ല. വിശ്വാസത്താൽ, അതെ വിശ്വാസത്താൽ, വിശ്വാസത്താൽ. അതാണ് എബ്രായ ലേഖനം 11 അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. രാത്രിയിൽ അവൻ എഴുന്നേറ്റു. യാക്കോബ് തൻ്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവേ കടന്നു. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ല് പിടിച്ചു. അവനെ ജയിക്കുകയല്ലെന്ന് കണ്ടപ്പോൾ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആയാൽ അവനോട് മല്ല് പിടിക്കൽ യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ്വദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. ഉൽപ്പത്തി 32, 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. നിന്റെ പേരെന്ത്? അവനോട് ചോദിച്ചത് യാക്കോബ് എന്നവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേരിന് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു.
ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞ ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. പ്രിയമുള്ളവരെ, ഇവിടെ സാധാരണ ദൂതനുമായിട്ടല്ല യാക്കോബെ മല്ല് പിടിച്ചത്. ഒരു സാധാരണ ദൂതനല്ല, ദൈവപുത്രൻ തന്നെ യാക്കോബിൻ്റെ അരിയിലേക്ക് ഏകനായി. ഇനി എന്ത് ചെയ്യും? മുൻപോട്ടുള്ള ഗമനം എങ്ങനെ? പിറകെ തന്നെ പിടിച്ചുകൊണ്ടുപോകാനും അടിമയാക്കുവാനും വന്നിട്ടുള്ള ലാബാൻ എന്ന അമ്മായിയപ്പൻ ദൈവിക പ്രത്യക്ഷത നിമിത്തം വിട്ടുപോയി സ്വപ്നത്തിൽ അരുളിച്ചതിനാൽ. ഇനി യാക്കോബ് കടവ് കടന്ന് തൻ്റെ സ്വന്തം നാട്ടിലേക്ക്, ജനിച്ച് വളർന്ന ഇടങ്ങളിലേക്ക് കാലി ചവിട്ടിയാൽ യേശാവ് ജ്യേഷ്ഠൻ 2 പ്രാവശ്യം താൻ യേശാവെന്ന ജ്യേഷ്ഠനെ കബളിപ്പിച്ചതിനാൽ ജീവഹാനി. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൻ്റെതായിട്ടുള്ള വഴികളിലെ ഗതിമുട്ടി നാം പരിഭ്രമിക്കുമ്പോൾ നാം ആശ്രയം വയ്ക്കുന്ന ദൈവം നമ്മുടെ അരിയിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ ഇതാ വളരെ ബദ്ധശ്രദ്ധനായി യാക്കോബ് കടവിങ്കിലായിരിക്കുമ്പോൾ ഉഷസ് വരെ മല്ല് പിടിക്കുവാൻ തക്കോണം ദൈവപുത്രൻ യാക്കോബിൻ്റെ അരികെ ഒരു വെറും മനുഷ്യനെ പോലെ, നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ഒരു കേൾവിക്കാരനെ പോലെ, ഒരു മീഡിയേറ്ററായി യേശു വരുന്നു. അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ ആ അറിവിലേക്ക് നമ്മുടെ അന്തരാത്മാവ് കടന്നു ചെന്ന് അന്തരാത്മാവ് ദൈവത്തോടെ യാചിച്ചാൽ എന്തും തരുവാന്, ഏതിനും ക്ഷമാപണം തരുവാനും പോംവഴി തരുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ തുടർന്നുള്ള ഗമനം പ്രകാശമാനമാക്കി തീർത്ത് ഭാവിയെ പ്രഭാപൂരിതമാക്കി തീർത്ത് അനുഗ്രഹിപ്പാനും സന്നദ്ധനായിരിക്കുന്ന ഈ ദൈവപുത്രൻ ഇന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥനാമുറികൾ വെളിപ്പെടുകയും അതേസമയം ശ്രേഷ്ഠ മഹാപുരോഹിതനായി പിതാവിൻ്റെ സന്നിധിയിൽ വിളങ്ങുന്നുവെങ്കിലും ദൈവമായിരിക്കാൻ അവിടുന്ന് എവിടത്തേക്കും എന്തുമായി തീർന്ന് നമ്മുടെ അരികെ വരുവാനും കഴിയുന്നവരാണ്. 2 3 പേർ നമ്മൾ ഏകമായിരുന്നാൽ യേശു നമ്മുടെ മധ്യത്തിൽ വരും. അങ്ങനെ ദൈവപുത്രനാകുന്ന യേശുവാണ് ഇവിടെ വെളിപ്പെട്ടത്, ദൂതനായി പ്രത്യക്ഷപ്പെട്ട് മല്ല് പിടിച്ചത് എന്നറിയാം. അത് യാക്കോബിൻ്റെ പെനിയേൽ എന്ന ആ സ്ഥലത്തിന് പേരിട്ടു. അത് നമ്മുടെ സൂര്യനും ഉദിക്കുമാറാകട്ടെ. അവിടെ അത് കഴിയുമ്പോൾ സൂര്യൻ ഉദിക്കുന്നതായാണ് കാണുവാൻ കഴിയുന്നത്. അടുത്തായിട്ട് മോശയ്ക്ക് വെളിപ്പെട്ടതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. മോശയ്ക്കിതാ അവിടുന്ന് വെളിപ്പെടുകയാണ്. അവിടെ യഹോവയുടെ ഒരു ദൂതൻ മുൾപ്പടപ്പിൻ്റെ നടുവിൽ നിന്നു, അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടപ്പ് തീ പിടിച്ച് കത്തുന്നതും അത് വെന്തു പോകാതിരിക്കുന്നതും ആയി കണ്ടു. പുറപ്പാട് 3:6, 6:14, 23, 20, 21, അപ്പോസ്തല പ്രവൃത്തി 7:38. മോശ ലേവിയുടെ 4ാം തലമുറയിൽപ്പെട്ട വ്യക്തിയാണ്. മിസ്രൈമിലെ അടിമത്തം 250 വർഷം മാത്രമാണ്. ഉൽപ്പത്തി 12:4, 21:5, 25:26, 47:9. സുയസ് കനാലിനും അക്കാബ ഉക്കടലിനും ഇടയ്ക്കുള്ള ജേബർ മൂസ എന്ന സ്ഥലമാണ് സീനായി പർവ്വതം. പുറപ്പാട് 19:16. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ അതുവരെ ശിശുക്കളെ വളർത്തുവാൻ തക്കവണ്ണം ഇസ്രായേൽ മക്കൾക്ക് അടിമനാട്ടിൽ മിസ്രൈമിലെ ഈജിപ്തിൽ അനുവാദമില്ലായിരുന്നു. കാരണം ജനം ദേശം പിടിച്ചടക്കുമെന്ന് ഫറവോൻ ഭയപ്പെട്ടിട്ട് ജോസഫിനെ അറിയാത്ത രാജാവ് അധികാരത്തിൽ വന്നപ്പോൾ സൂതികർമ്മികളെ വിട്ട്, നമുക്കറിയാം, ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ എല്ലാം കൊന്നുകളയുന്ന പ്രവണതയായിരുന്നു മിസ്രൈമിൽ നടപ്പാക്കി വന്നത്. എന്നാൽ ഇവിടെ ഇതാ വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കിൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവന് 3 മാസം ഒളിച്ചു വെച്ചു. മാതാപിതാക്കളായ അമ്രാം, യോഖേബേദ് ഈജിപ്തിൻ്റെ അടിമത്തത്തിന് കീഴിൽ കഷ്ടതയും ആത്മീക അധപ്പതനും അനുഭവിച്ചുവെങ്കിലും ആത്മാവിൻ്റെ സ്വരം അവരിൽ തൊലിച്ചിരുന്നതിനാൽ ശിശുവിനെ വീട്ടിലെ ഒളിച്ചു വെച്ചു. പിന്നെ ശബ്ദം കേൾക്കാതിരിക്കാൻ നൈൽ നദിയുടെ ഓരങ്ങളിൽ സമൃദ്ധമായി വളർന്നു നിൽക്കുന്ന ഞാങ്ങണയുടെ ഇടയിൽ ഒരു പേടകത്തിൽ ഒളിപ്പിച്ചു. കാറ്റിൻ്റെ മർമ്മരവും ഓളങ്ങളുടെ ഒച്ചയും അവനെ അകമ്പടി സേവിച്ചു. ഏലിയാവിന് കെരീത്ത് തോട്ടിക്കൽ ലഭിച്ചതുപോലെ കാലത്തും വൈകിട്ടുമുള്ള പരിചരണം മാത്രം. സഹോദരിയായ മിര്യാമിൻ്റെ അകലെ നിന്നുള്ള ഒളിനോട്ടങ്ങളും. എന്നാൽ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകും മുമ്പേ നിയമിക്കപ്പെട്ട നാളുകളിലൊന്നും ഇല്ലാതിരിക്കെ ലോക സ്ഥാപനത്തിന് മുമ്പേ ഇത്യാദിയുള്ള വചന അടിസ്ഥാനത്തിൽ
ഒരു കോശം സെല്ല് രൂപപ്പെട്ടാലുടൻ ഹൃദയം സ്പന്ദിച്ച് തുടങ്ങിയ ക്ഷണം കോശവിഭജനവും വർധനവും ഉണ്ടാകും മുമ്പേ ദൂതന്മാരുടെ കാവൽ, ദൈവിക നോട്ടം, ആഗമനം ചെയ്തു നിൽക്കുന്നു എന്നാണ് വേദശാസ്ത്രികളുടെ അഭിപ്രായം. പ്രിയമുള്ളവരെ, എല്ലാ സൂക്ഷ്മങ്ങളെക്കാൾ അപ്പുറമായി ദൈവം നമ്മെ സൂക്ഷിച്ചിരിക്കുന്നു. എത്ര കരണീയമാണ് അത്. മോശക്കുഞ്ഞിനെ പറ്റി അമ്രാമിനെ വെളിപ്പാട് കിട്ടിയതായി യഹൂദ ചരിത്രകാരനായിട്ടുള്ള ജോസിഫസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ പ്രശംസാപരമായി ഒന്നും പറയാനില്ലെന്ന്, നദിയിൽ വയ്ക്കാതെ വീട്ടിൽ തന്നെ വളർത്തണമെന്നുമായിരുന്നുമാണ് ജോൺ കാൽവിൻ അഭിപ്രായപ്പെടുന്നത്. ദൈവിക നിർണയത്തെപ്പറ്റി ഏകദേശ വീക്ഷണമാണ്, അഥവാ വൺ ഡയമെൻഷൻ, ഒറ്റ വീക്ഷണം മാത്രമേ ഉള്ളതിനാലാണ് അദ്ദേഹം ഇങ്ങനെ ശഠിക്കുന്നതെന്നും ദൈവിക ബഹുവഴികളെ അദ്ദേഹം മനസ്സിലാക്കുന്നില്ലെന്നും ജെ.സി. ഏബർ വിലയിരുത്തുന്നു. ഹോരേബിൽ മുൾപ്പടർപ്പ് കത്തുകയാണ്, അതേസമയം വെന്തു പോകുന്നതുമില്ല. വിസ്മയ കാഴ്ച. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമി. ദൈവത്തിന് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു, ഐ ആം ദാറ്റ് ഐ ആം. ഒരുവിധ ഉപമാനവും ഫറവോനോട് പറയാനില്ല. ഇതല്ലാതെ ഫറവോനോട് ഇത് മാത്രം പറയുക. ആദാമ്യ പാപത്താൽ മുള്ളും പറക്കാരെയും മുളച്ചു മനുഷ്യന് വേണ്ടി ഇറങ്ങി വന്ന പുത്രൻ ഇതാ മുള്ളിൽ നിൽക്കുന്നു. മുള്ള 1000 ആണ്ട് വാഴ്ചയിലേ മാറും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പല മുള്ളുകൾ ഉണ്ടായിരിക്കാം. എന്നാൽ തത്സമയങ്ങൾ ദൈവത്തിന് നമുക്കായി അവിടെ ഇറങ്ങി വരും. ദൈവത്തിന് വെളിപ്പെട്ടപ്പോൾ സ്ഥലം വിശുദ്ധമായി. നമ്മിലേക്ക്, നിങ്ങളുടെ ഭവനത്തിലേക്ക് യേശു വരട്ടെ. ചെരുപ്പിട്ട് ലോകത്തിലും പാപത്തിലും നടക്കുവാനല്ല. മോശ ഇതാ നിയോഗം പ്രാപിച്ചു. ഈ ലോകത്തിൻ്റെ ചക്രവർത്തി പദമല്ല, യഹോവയുടെ ഇസ്രായേലിൻ്റെ സ്ഥാനാപതിയായി, നായകനായി ഫറവോൻ്റെ മുൻപിൽ ഇതാ മോശ പ്രത്യക്ഷപ്പെടുകയാണ്. ദൈവത്തിന് നമ്മെ വിളിച്ചത് എന്തിനു വേണ്ടി ആകുന്നു? അടുത്തതായിട്ട് യോശുവായ്ക്ക് ഈ ദൈവത്തിന് പ്രത്യക്ഷനായി. യോശുവ 5:13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യോശുവ യെരിഹോവിന് സമീപത്തിരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി, ഒരാൾ കയ്യിൽ വാൾ ഊരി പിടിച്ചുകൊണ്ട് അവൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. യോശുവ ജഡിതിയിൽ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. അതിന് അവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവനോട്, കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ത് എന്ന് ചോദിച്ചു. യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതി യോശുവയോട്, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞു. യോശുവ അങ്ങനെ ചെയ്തു. തുടർന്ന് യെരിഹോ പട്ടണം പിടിക്കുവാൻ അതുവരെ കാണാത്ത, വിശ്വസിക്കുവാനാവാത്ത നൂതന വഴി യോശുവയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. ദൈവ സാന്നിധ്യത്തിൻ്റെ ഭൂമിയിലെ ഇടമായ പെട്ടകം കൊണ്ടുവരട്ടെ. ആത്മീയ ശുശ്രൂഷകരായ പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പുകൾ ഊതിക്കൊണ്ടും സൈനികരും ജനങ്ങളും അതെ അകമ്പടിയായി അനുധാവനം ചെയ്തും കാലൊച്ചയോ ശബ്ദമോ പുറപ്പെടുവിക്കാതെയും പട്ടണം അതിൽ ചുറ്റുക. അങ്ങനെ 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റി. ദൈവപുത്രൻ പറഞ്ഞതനുസരിച്ച് ആർപ്പിട്ടപ്പോൾ മതിൽ ഇതാ വീണു, ഇടിഞ്ഞു, താഴ്ന്ന് അകത്തേക്ക് വീണു എന്നാണ് അഭിമതം. ഇത് ശബ്ദത്തിൻ്റെ ശാസ്ത്രമാണ്. ജീവനുള്ള മനുഷ്യ സമൂഹം പല ദിവസം ചുറ്റിയപ്പോൾ മതിലിൻ്റെ വസ്തുക്കൾക്ക്, മൂലകങ്ങൾക്ക് ദ്രവത്വം സംഭവിച്ചു തുടങ്ങി. സമൂഹ മനസ്സുകളുടെ ഏകോപിക്കപ്പെട്ട സമ്മർദ്ദം, കോർഡിനേറ്റഡ് ഫോഴ്സ്, യെരിഹോ മതിലിനെ ക്ഷയിപ്പിച്ചു. 7-ാം ദിവസത്തെ ആർപ്പുവിളിയുടെ ഘോരതയും ഇതാ മതിൽ വീഴുന്നു.
യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായ ദൈവത്തിന് പറഞ്ഞത് സംശയിക്കാതെ. ഇവരുടെ ജീവിതത്തിൽ സംശയിക്കരുത്. ദൈവം എന്ത് പറഞ്ഞു, യേശു എന്ത് അരുളി ചെയ്തു, അത് നമ്മൾ ശിരസ വഹിച്ച് ജീവിതത്തിൽ അന്വർത്ഥമാക്കിയാൽ നാം ഈ ജീവിത പോരാട്ടത്തിൽ വിജയം നേടുക തന്നെ ചെയ്യും. ഇസ്രായേൽ മക്കൾ അത് അനുസരിച്ചപ്പോൾ ഇതാ പട്ടണം പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നും ഇസ്രായേലിന് നിൽക്കക്കള്ളി ഇല്ല എന്ന് വന്നാൽ അന്ന് സൈന്യാധിപനായി വന്നവൻ വരും കാലത്തെ വരാനിരിക്കുന്ന യഹോവയുടെ വലങ്കൈ ഇന്ന് ഈ പ്രസന്റ് ടൈമിലും ഈ കാലത്ത് നീട്ടപ്പെടും ഇസ്രായേലിന് വേണ്ടി. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആ സമയമാണ്. ബുദ്ധിയും ചടുലതയും ആവശ്യഘട്ടങ്ങളിൽ അഭൗമ ശ്രേണികളും പ്രകൃതിയിൽ തന്നെ ഉള്ളത് സ്രഷ്ടാവ് കൂടിയായ ദൈവപുത്രൻ അവർക്കായി തുറക്കും. ആരും അത് മനസ്സിലാക്കിയാൽ ഇച്ഛാഭംഗം സംഭവിക്കുകയില്ല. ഇസ്രായേൽ ആരെന്നറിഞ്ഞ്, യേശു ആര് എന്നറിഞ്ഞ് അവനെ കൈക്കൊണ്ടാൽ നിത്യജീവനും ദൈവരാജ്യവും നമുക്കേവർക്കും അവകാശമാക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഏവർക്കും നന്ദിയും വന്ദനവും അറിയിച്ചുകൊണ്ട് വിനയപൂർവ്വം അത് നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.